സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടിയിൽ ഗവർണർക്ക് റിപ്പോർട്ട് നൽകി വൈസ് ചാൻസലർ സിസ തോമസ്. സിൻഡിക്കേറ്റ് തീരുമാനം നിയമവിരുദ്ധമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പകരം ചുമതല മറ്റൊരാൾക്ക് നൽകിയെന്നും സിസ തോമസിന്റെ റിപ്പോർട്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഇന്ന് രാവിലെയാണ് ഗവർണർ കേരള സർവകലാശാല VCയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുമ്പാണ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിസി തോമസ് ഒരു റിപ്പോർട്ട് രാജ്ഭവനിൽ എത്തിച്ചത്. അതിൽ പ്രധാനമായി പറയുന്നത് ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗവും അതിന് ശേഷമുണ്ടായ നടപടിക്രമങ്ങളെല്ലാം തന്നെ നിയമവിരുദ്ധമാണ്, അതിന് നിയമസാധുതയില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ 17 പേരായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. അവർ തന്നെ യോഗം ചേർന്നുകൊണ്ട് രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കുകയും തുടർന്ന് 4:30 മണിയോടുകൂടി തന്നെ അദ്ദേഹം ഇന്നലെ 4:30 മണിയോടുകൂടി തന്നെ അദ്ദേഹം വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇത്തരം നടപടിക്രമങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിയമസാധുതയുമില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് വൈസ് ചാൻസലർ സിസ തോമസ് അല്പസമയം മുമ്പ് ഗവർണർക്ക് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചാൻസലർക്ക് ഇനി അടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ കഴിയും എന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അല്പസമയം മുമ്പ് കോടതിയിൽ ഈ കേസിൻ്റെ വാദം നടന്നിരുന്നു. ആ സമയത്ത് കൃത്യമായി കോടതി പറഞ്ഞ കാര്യം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് രജിസ്ട്രാറുടെ നടപടിയുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയതുൾപ്പെടെയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ചാൻസലറെ സമീപിക്കാം എന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. കോടതിയുടെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നില്ല. അതേസമയം ഇന്നലെ KS അനിൽകുമാർ ചുമതലയേറ്റതിന് തൊട്ട് പിന്നാലെ ഇന്ന് VC തന്നെ വീണ്ടും ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. പുതിയ ഒരു രജിസ്ട്രാറെ കൂടെ നിയമിച്ചിരിക്കുന്നു. അതായത് മിനി കാപ്പനെ രജിസ്ട്രാറായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് 2 രജിസ്ട്രാർമാരാണ്. നേരത്തെ സസ്പെൻഷൻ റദ്ദാക്കിയ ശേഷം ചുമതലയേൽക്കാനെത്തിയ KS അനിൽകുമാറും ഒപ്പം വൈസ് ചാൻസലർ രാവിലെ ചുമതല നൽകിയ മിനി കാപ്പനും ഒപ്പം നേരത്തെ രജിസ്ട്രാറുടെ ചുമതലയിലുണ്ടായിരുന്ന P ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സസ്പെൻഡ് ചെയ്തവരും ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം ഹരികുമാറാണ് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്തത്. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷവും അവിടെ ഉണ്ടായിരുന്ന രജിസ്ട്രാർ ചുമതലയുള്ള ഹരികുമാറാണ് ഈ ഉത്തരവിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒപ്പിട്ടത്. ഈ നടപടികൾ നിയമവിരുദ്ധമാണെന്ന് കാണിച്ചുകൊണ്ടാണ് രജിസ്ട്രാറുടെ പദവിയിൽ നിന്നും ഇന്ന് P ഹരികുമാറിനെ മാറ്റിക്കൊണ്ട് മിനി കാപ്പനെ നിയമിച്ചത്. രജിസ്ട്രാറിനെ ഒപ്പം അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികയുള്ള ജോയിൻറ്റ് രജിസ്ട്രാർ എന്ന അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികയിൽ നിന്നും ഈ P ഹരികുമാറിനെ മാറ്റിയിട്ടുണ്ട്. പകരം അത് ഹേമ ആനന്ദിന് അതിന് ചുമതല നൽകിയിട്ട് അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കേരള സർവകലാശാല ആസ്ഥാനത്ത് വലിയ തരത്തിലുള്ള ഭരണമാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും നാടകീയത അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അതേസമയം സിൻഡിക്കേറ്റ് അംഗങ്ങൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പ്രധാനമായും പറഞ്ഞത് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് കോടതിയുടെ പച്ചക്കൊടി കിട്ടി എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം കോടതി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിൻഡിക്കേറ്റ് തീരുമാനങ്ങളുടെ പേരിൽ ഒരു എതിർപ്പും കോടതി അറിയിച്ചിട്ടില്ല. മാത്രവുമല്ല സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി ഉൾപ്പെടെ അത് കോടതി അംഗീകരിച്ചതായിട്ടാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ വൈസ് ചാൻസലർ പരാതിയുമായി നേരെ എത്തുക ചാൻസലറുടെ മുന്നിലേക്കായിരിക്കും. അത്തരത്തിലുള്ള ഒരു നടപടിക്രമമാണ് കോടതിയും മുന്നോട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിലും ഈ നാടകീയതയും ഭരണാനിശ്ചിതത്വം തുടരും എന്നുള്ളത് ഉറപ്പാണ്. ബിനോയ്, കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടിയിൽ ഗവർണർക്ക് റിപ്പോർട്ട് നൽകി വൈസ് ചാൻസലർ സിസ തോമസ്. സിൻഡിക്കേറ്റ് തീരുമാനം നിയമവിരുദ്ധമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പകരം ചുമതല മറ്റൊരാൾക്ക് നൽകിയെന്നും സിസ തോമസിന്റെ റിപ്പോർട്ട്.